പ്രൈസ് ലോർഡ്. ഹല്ലേലൂയ. ശാന്തസുന്ദരമായ സന്ധ്യയിൽ പ്രാർത്ഥന നിരതരായി പങ്കെടുക്കുന്ന എല്ലാ ദൈവമക്കളെയും ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. ഈ അനുഗ്രഹീതമായ സന്ധ്യയിൽ ഈ ശുശ്രൂഷയുടെ അധ്യക്ഷനായിരിക്കുന്ന പാസ്റ്റർ എഫ് രാജൻ, ഈ അനുഗ്രഹീതമായ മേഖലയ്ക്ക് വളരെ സ്തുത്യർഹമായ സേവനം അനുഷ്ഠിക്കുന്ന ഞാൻ വളരെ ആഴമായ സ്നേഹബന്ധവും ബഹുമാനപരസനം കാണുന്ന പ്രിയപ്പെട്ടവരാണ്. പ്രിയ ബെഞ്ചമിൻ അപ്പച്ചനെ ഓർത്ത് ദൈവത്തിന് സ്തോത്രം ചെയ്യുകയാണ്. ഈ വാർദ്ധക്യത്തിലും സ്വർഗത്തിലെ ദൈവം കൊടുക്കുന്ന ബലത്തിന് നന്ദി പറഞ്ഞുകൊണ്ട് പ്രിയ പിതാവിന് പ്രത്യേകാൽ വന്ദനം. അപ്പോൾ തന്നെ ആക്ടിംഗ് പ്രസിഡൻ്റായിരിക്കുന്ന പ്രിയ സാമചായൻ, ജെയിംസ് സാറ്, പിന്നീട് ഈ എക്സിക്യൂട്ടീവ്സ്, എല്ലാവരുടെയും പേരെടുത്ത് പറയാൻ നിന്നാൽ എനിക്ക് ഒരുപാട് ഓർമ്മകളുണ്ട്. 20 സെൻറ്ററുകളിലും 20 സെൻറ്റർ പാസ്റ്റർമാരും 20 സെൻറ്ററുകളിലെ സഭകളിലും ഒക്കെ നിരവധി തവണ പങ്കെടുക്കാൻ മീറ്റിങ്ങിനോടനുബന്ധമായി കടന്നു വരുവാൻ ഇടയാക്കിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ എല്ലാവരുമായി നല്ല സൗഹൃദം കർത്താവ് തന്നിട്ടുണ്ട്. ഓർമ്മകൾ അയവിറക്കാൻ തുടങ്ങിയാൽ ഇന്ന് രാത്രി അതിന് തന്നെ ഉതകുന്നതാണ്. സ്തോത്രം. ദൈവം അനുഗ്രഹിക്കട്ടെ. അല്പം പരിഭ്രമമൊക്കെ എനിക്കുമുണ്ട്. കാരണം ഇത്രയും അനുഗ്രഹീതരായ വേദ പണ്ഡിതന്മാർ, വേദ വാഗ്മികൾ അവരിയ്ക്കുന്ന വേദിയിൽ ഒരു ദൈവവചനത്തിൻ്റെ തുരുമ്പമായി നിൽക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ ശ്രമകരമായൊരു ദൗത്യമാണ്. സ്തോത്രം. ഇവിടെ നിൽക്കുമ്പോഴേ അതിൻ്റെ ആ പരിഭ്രമം അറിയുകയുള്ളൂ. അതുകൊണ്ട് ദൈവദാസന്മാർ നിങ്ങൾ പ്രാർത്ഥിക്കുക, ദൈവം ബലപ്പെടുത്തുവാൻ പരിശുദ്ധാത്മാവിൻ്റെ ഹൃത്തിൽ പ്രേരണ നൽകിയ ഒരു വേദഭാഗം ഞാൻ നിങ്ങളുമായി പങ്കിടാനാണ് ആഗ്രഹിക്കുന്നത്. എനിക്ക് ശേഷം ജെയിംസ് ചാൻ നന്നായി ദൈവവചനത്തിൽ നിന്ന് നമ്മോട് സംസാരിക്കും. അനുഗ്രഹീതമായ ചിന്തകളൊക്കെ ജെയിംസ് ചാൻ്റെ സന്ദേശത്തെയും തന്നെ ഞാൻ ഒരുപാട് തവണ എന്നെ സ്വാധീനം ചെലുത്തിയതൊക്കെ ഞാൻ അടർത്തിയെടുത്തിട്ടുണ്ട്. ഞാനും വലിയ പ്രതീക്ഷയിൽ തന്നെയാണ്. 1 പത്രോസിൻ്റെ ലേഖനം 1-ാം അധ്യായം 1-2 വാക്യങ്ങൾ ഒന്ന് വായിക്കുന്നു. യേശുക്രിസ്തുവിൻ്റെ അപ്പോസ്തലനായ പത്രോസ്, പൊന്തോസിലും ഗലാത്തിയിലും കപ്പദോക്കിയിലും ആസിയിലും ബിഥുന്യയിലും ചിതറിപ്പാർക്കുന്ന പരദേശികളും പിതാവായ ദൈവത്തിൻ്റെ മുന്നറിവിനൊത്തവണ്ണം ആത്മാവിൻ്റെ വിശുദ്ധീകരണം പ്രാപിച്ച് അനുസരണം കാണിപ്പാനും ക്രിസ്തുയേശുവിൻ്റെ രക്തത്താൽ തളിക്കപ്പെടുവാനുമായി വ്രതന്മാർക്ക് എഴുതുന്നത്, നിങ്ങൾക്ക് കൃപയും സമാധാനവും വർദ്ധിക്കുമാറാകട്ടെ. അനുഗ്രഹീതമായ ഒരു ലേഖന ഭാഗമാണ് പത്രോസിൻ്റെ ലേഖനം. പത്രോസിൻ്റെ ലേഖനത്തിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറയുന്നത് പ്രത്യാശയുടെ കാമ്പുള്ള ചിന്തകളാണ്. സ്തോത്രം. പത്രോസിൻ്റെ 2 ലേഖനങ്ങളും ഏകദേശം ഒരു 3 വർഷക്കാലം കൊണ്ട് ചമയ്ക്കപ്പെടുന്ന 2 ലേഖനങ്ങളാണ്. ഈ ലേഖനത്തിൻ്റെ പശ്ചാത്തലമാണ് ഏറ്റവും പ്രാധാന്യമേറിയത്. ദൈവസഭ അനുഭവിച്ച ഏറ്റവും വലിയ പ്രതിസന്ധികൾക്ക് ആരംഭം കുറിച്ച കാലത്താണ് ഈ ലേഖനം ദൈവസഭയ്ക്ക് ലഭ്യമാകുന്നത്. അതായത് നീറോയുടെ ഭരണകാലഘട്ടം. അതുവരെ ദൈവസഭ ക്രൈസ്തവ മാർഗത്തെക്കുറിച്ച് പൊതുവെയുള്ള ധാരണ യഹൂദ മതത്തിൻ്റെ ഒരു ശാഖയായി മാത്രം കരുതപ്പെട്ടിരുന്നു. എന്നാൽ ഒരു ചെറിയ കൂട്ടം മാത്രം ഈ ജനതയ്ക്കെതിരായി തിരിഞ്ഞുകൊണ്ടിരുന്നു. എന്താണെന്നറിയാമോ? നമ്മുടെ ഹോളി കമ്മ്യൂണിയൻ ആ കാലഘട്ടങ്ങളിൽ മറ്റ് ഇതര വ്യക്തികൾക്ക് പ്രവേശനം നിഷേധിച്ചുകൊണ്ടാണ്. അതുകൊണ്ട് പുറത്തുനിന്ന് കേട്ട കേൾവിയൊക്കെ ഇവർ ഏതോ നരഭോജികൾ എന്ന് കരുതിയിരുന്നു. കാരണം മാംസവും രക്തവും ഒക്കെയുള്ള വാക്ക് ആരൊക്കെയോ ഏതൊക്കെയോ മൃതശരീരങ്ങൾ കൊണ്ടുവന്ന് ഭക്ഷിക്കുന്നു എന്ന നിലയിൽ പ്രാകൃത ആചാരമായി നമ്മെ കരുതിയിരുന്നു. മാത്രമല്ല നമ്മുടെ വിശുദ്ധ ചുംബനത്തെയും അവർ ഏറ്റവും അധാർമികമായിട്ടാണ് ചിത്രീകരിച്ചത്. അങ്ങനെയുള്ള കാലഘട്ടത്തിലാണ് നീറോയുടെ ഭരണം ആരംഭിക്കുമ്പോൾ. നീറോയുടെ പ്രത്യേകത എന്ന് പറയുന്നത് നീറോ ശില്പകലയോട് വലിയ പ്രാധാന്യമുള്ളയാളാണ്. അങ്ങനെ തൻ്റെ മട്ടുപ്പാവിൽ നിന്ന് റോമാ സാമ്രാജ്യത്തെ നോക്കിക്കാണും. റോമൻ നഗരത്തെ നോക്കുമ്പോൾ തൻ്റെ ഉള്ളിൽ താൻ വല്ലാത്ത ദുഃഖിതനായി. കാരണം ചെരിപ്രദേശങ്ങൾ നിറഞ്ഞു നിൽക്കുന്ന റോമൻ കോളനികൾ തൻ്റെ ഉള്ളിൽ വല്ലാത്ത വേദന വരുത്തി. കാരണം എൻ്റെ ഇഷ്ടപ്രകാരം ഒരു മനോഹരമായ റോമൻ സാമ്രാജ്യം, റോമൻ കോളനി കെട്ടിപ്പടുക്കാൻ കഴിയുന്നില്ല ഈ ചെരിപ്രദേശങ്ങൾ കാരണം. അങ്ങനെ താൻ വിഷമതനായി തൻ്റെ മട്ടുപ്പാവില്ലാത്തുമ്പോൾ പ്രിയതമ അരിയത്ത് വന്ന് ചോദിച്ചു, എന്താണ് പ്രഭു അങ്ങയുടെ ദുഃഖത്തിൻ്റെ കാരണം? അദ്ദേഹം ഒറ്റയടിക്ക് പറഞ്ഞു, എനിക്ക് ഈ ചേരി പ്രദേശങ്ങളൊന്ന് പൊളിക്കണം, പൊളിച്ചിട്ട് ഇവിടെ എൻ്റെ ഇഷ്ടപ്രകാരം ഒരു മനോഹരമായ ഒരു റോമൻസ് കോളനി എനിക്ക് ഉണ്ടാക്കണം. പക്ഷേ പൊളിച്ചു കഴിഞ്ഞാൽ ജനമെതിരാകുമല്ലോ. അപ്പോൾ പ്രിയപ്പെട്ട ഭാര്യ പറഞ്ഞു കൊടുക്കുന്ന ഒരു നല്ല ബുദ്ധിയുപദേശമുണ്ട്. എൻ്റെ പൊന്നു പ്രഭു, അങ്ങ് ചെയ്യേണ്ട കാര്യം അങ്ങ് തീയിട്ടേക്കണം ഈ ചെരി പ്രദേശത്തിന്. ജനമെതിരാകുമെന്നല്ലേ അങ്ങയുടെ ഭയം? പേടിക്കണ്ട. ഇവിടെ ഒരു കൂട്ടമുണ്ടല്ലോ ക്രൈസ്തവ ജനത, അവരുടെ മേൽ ഇതങ്ങ് അടിച്ചേൽപ്പിക്കണം. അവരാണിത് ചെയ്തതെന്ന് പറയണം. കാരണം ഇവരുടെ പ്രസംഗം എന്താണെന്നറിയാമോ? തീ വരാൻ പോകുന്നു, ഭൂമി മുഴുവനും കത്തിയാൻ വരാൻ പോകുന്നു എന്ന് ഇവർ പ്രസംഗിക്കുന്നത് കൊണ്ട് ഇവർ തീയിട്ടതാണെന്നോ ഇവരുടെ ദൈവം തീയിട്ടതാണെന്നോ വരുത്തി തീർക്കാം. അങ്ങനെ ഒരു രാത്രി റോമൻ നഗരത്തിൻ്റെ ചേരി പ്രദേശങ്ങൾ അഗ്നിബാധയ്ക്കിരയാകുമ്പോൾ
കഴിഞ്ഞപ്പോൾ ഓർക്കണം, വീണ വായിച്ച് രസിച്ച നീറോയുടെ ക്രൂരമായ ഇടപെടൽ. ആ രാത്രി തന്നെ നീറോയുടെ കിങ്കരന്മാർ പറഞ്ഞു പരത്തി ഇത് മുഴുവനും ക്രൈസ്തവ ജനതയാണ് ഇതിൻ്റെ പിന്നിൽ ചലിച്ചത്. ഉടൻ തന്നെ പീഡനത്തിൻ്റെ ആരംഭം കുറിക്കുകയാണ്. അതുവരെ ശാന്ത സ്വഭാവികളെന്ന് കരുതിയവർക്ക് നേരെ തെരുവിൽ ആക്രമണങ്ങൾ അഴിച്ചുപെട്ടു. ചുറ്റുപാടുകളിൽ എവിടെയും ക്രൈസ്തവ വിഭാഗത്തിന് ഏറ്റവും ഭീകരമായ വേദന നിറഞ്ഞ സാഹചര്യത്തിലേക്ക് കടന്നു പോവുകയാണ്. അങ്ങനെ ആരാധനയ്ക്ക് വരുന്ന കൂട്ടവർ പലരും വേദനയിലാണ്, പലരും വരുന്നില്ല, പലരും അധികാരവർഗത്തിൻ്റെ ഏറ്റവും ജീർണിച്ച അധികാര കസേരയ്ക്ക് മുൻപിൽ ഉറങ്ങലിച്ചു വീഴുകയാണ്. പലരും തകർന്ന് തരിപ്പണമായി, പലരും വിശ്വാസത്യാഗത്തിലേക്ക് നീങ്ങുന്ന ഏറ്റവും മൃഗീയമായ കാലഘട്ടം. ആ കാലഘട്ടത്തിലാണ് ആത്മനിറവോടുകൂടി പത്രോസ് എഴുതുകയാണ് പീഡനത്തിൽ മനം നൊന്നു നിൽക്കുന്ന ദൈവമക്കൾക്ക് വേണ്ടി. ഏഷ്യ മൈനറിലെ പ്രാചീനമായ നഗരങ്ങൾ എന്ന് പേര് ചാർത്തപ്പെട്ട ഇടങ്ങളുടെ പേര് കൊടുത്ത് രേഖപ്പെടുത്തുന്നെങ്കിലും അതൊരു കൂട്ടത്തെ പ്രതിനിധാനം ചെയ്യുന്നതല്ല, ചിതറിപ്പാർക്കുന്ന സകല വിശുദ്ധന്മാരോടുമുള്ള ഒരാഹ്വാനമാണ്. ഈ സന്ദേശത്തിന് ചിന്തകന്മാർ മറ്റൊരു അഭിപ്രായം കൂടെ കൊടുക്കുന്നുണ്ട്. പീഡനത്തിന് തുടക്കം കുറിക്കുമ്പോൾ ഇങ്ങനൊരു ലേഖനം പറഞ്ഞു കൊടുക്കുന്നതിൻ്റെ പിന്നിൽ പരിശുദ്ധാത്മാവിൻ്റെ ആഴമായ ചിന്ത വരാൻ പോകുന്ന ദശപീഡ 10 പീഡകൾക്ക് മുൻപായി ദൈവസഭയുടെ അടിത്തറ പാകുന്ന ഏറ്റവും മഹനീയമായ 2 ലേഖനങ്ങളാണ് പത്രോസിലൂടെ പുറത്തു വരുന്നത്. പ്രിയരെ, ഇന്ന് നമ്മളിവിടെ ഇരിക്കുമ്പോൾ നമ്മൾ അനുഭവിക്കുന്ന പ്രതിസന്ധികളല്ല ആദിമകാല വിശുദ്ധന്മാരനുഭവിച്ചത്. ഇന്നേക്ക് പിന്നിലേക്ക് തിരിഞ്ഞു നോക്കി എണ്ണമെടുത്താൽ 72 കോടി രക്തസാക്ഷികൾ രക്തസാക്ഷിത്വ മരണം ഭരിച്ച ഒരു പ്രസ്ഥാനത്തിൻ്റെ ഭാഗമാണ് കൊട്ടാരക്കരയുടെ ഹൃദയഭാഗത്ത് തടിച്ചുകൂടിയിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ നമ്മുടെ അന്തർഭാഗത്ത് ഒരു ആത്മീക ജ്വലനമാണ് ഉണ്ടാകേണ്ടത്. നമുക്ക് മുൻപ് പോയവരൊക്കെ ഈ മണ്ണിൽ സുഖകരമായ ജീവിതമോ നേട്ടങ്ങളോ കെട്ടിപ്പടുക്കാൻ ശ്രമിക്കാതെ ജീവൻ തന്നെ ക്രിസ്തുവിനോടുള്ള സ്നേഹത്തിൻ്റെ പേരിൽ വെച്ചുകൊടുത്ത് നിത്യത പുൽകിയത്, അങ്ങനെ വരെ പ്രേരിപ്പിച്ച ഏറ്റവും തീവ്രമായ ഒരു വെളിപ്പാടാണ് ഇവിടെ പത്രോസ് പകരുന്നത്. അതുകൊണ്ടാണ് പുസ്തകത്തിൻ്റെ പേര് പ്രത്യാശ. പ്രൈസ് ദി ലോർഡ്. പ്രത്യാശയെന്ന് മാത്രമല്ല, ഈ പുസ്തകം ലേഖനങ്ങൾ 2ഉം നമ്മൾ അടുക്കായി പഠിച്ചു വന്നാൽ ഉപയോഗിക്കുന്ന ആവർത്തിക്കുന്ന ചില വാക്കുകളുണ്ട്. ഏറ്റവും ആവർത്തിക്കുന്ന വാക്ക് കഷ്ടത എന്ന പദമാണ്. ഏറ്റവും അധികം ലേഖനത്തിൽ കഷ്ടത എന്ന പദത്തെ ഉപയോഗിച്ചിട്ടുണ്ടെങ്കിൽ അത് പത്രോസാണ് ഉപയോഗിക്കുന്നത്. അതുകൊണ്ട് തീരുന്നില്ല, അതിനെ കവർ ചെയ്യുന്ന പ്രത്യാശയുടെ വലിയൊരു റലം ഈ പുതിയ നിയമസഭയ്ക്ക് കൊടുത്തിരിക്കുന്നതും പത്രോസ് തന്നെയാണ്. ലേഖനങ്ങളുടെ കണക്ക് നോക്കുമ്പോൾ പുളയും തൊട്ട് പഠിച്ചവർക്കറിയാം, ആഴമായ ചിന്തകൾ കാണാം. എന്നാൽ അതിനേക്കാൾ ഒരുപടി കൂടുതൽ നമ്മൾ എണ്ണിപ്പെറുക്കി എടുത്താൽ ചുരുക്കം ചില അധ്യായങ്ങളെ ഉള്ളെങ്കിലും അകത്തളത്ത് അസ്ഥിക്ക് തീപിടിക്കുന്ന ചിന്തകളാണ് ഓരോ വാക്കിലും ഒളിച്ചു വെച്ചിരിക്കുന്നത്. ആ കാലഘട്ടത്തിലെ ദൈവമക്കളുടെ ജീവിതം തന്നെ ചില വാക്കുകളോട് തുലനപ്പെടുത്തിയിട്ടുണ്ട്. നാനാ പരീക്ഷകളാൽ കഷ്ടമനുഭവിക്കുന്നു. പിന്നെ താൻ പറയുന്ന അടുത്തൊരു വാക്കുണ്ട്, നിങ്ങൾക്ക് സംഭവിച്ച അഗ്നിശോധന. വീണ്ടും പറഞ്ഞിട്ടുണ്ട്, ലജ്ജിക്കരുത്. ക്രിസ്ത്യാനിയായിട്ട് കഷ്ടം സഹിക്കേണ്ടി വന്നാൽ ലജ്ജിക്കരുത്. അടുത്ത പദം ഇങ്ങനെയാണ്, അപവാദങ്ങൾ കേൾക്കുമ്പോൾ ക്ഷീണിക്കരുത്. അതിൻ്റെ അർത്ഥം അവർ കേട്ടത് അപവാദങ്ങളാണ്, അവർ കേട്ടത് സുഖകരമായ വാർത്തകളൊന്നുമല്ല. കർത്താവിന് വേണ്ടി ഇറങ്ങിത്തിരിച്ചിട്ട് അവരുടെ കാതിൽ ആർത്തലച്ചു വന്നത് മുഴുവനും അപവാദത്തിൻ്റെ സ്വരങ്ങളാണ്. ഇന്ന് രാത്രിയിലും അപവാദത്തിൻ്റെ നൊമ്പരമകത്ത് പേറി ഈ ഗ്രൗണ്ടിൽ വന്ന പ്രിയപ്പെട്ടവരുണ്ട്. അവരോട് നൽകാൻ ദൈവത്തിനുള്ള ദൂത് ഇന്ന് പകൽ ശാന്ത സ്വരത്തിലുള്ള ഒരു സോപ്പിടിയിലല്ല, പകരം പ്രത്യാശ അകത്ത് കത്തിക്കാളണം. അതാണ് തമ്പുരാൻ ആഗ്രഹിക്കുന്നത്. പ്രിയപ്പെട്ടവരെ, ഓർക്കുക, ഇവിടെ പ്രത്യാശ എന്ന ഘനമേറിയ വിഷയത്തെ നൽകി കൊടുക്കുവാൻ പത്രോസിന്റെ ടൈറ്റിൽ ഗ്രീറ്റിംഗ്സിൽ തന്നെ കൊടുത്തിരിക്കുന്ന വാക്കുകൾ ഒന്ന് ഇടകേറിയാൽ നമുക്കൊരുപാട് അർത്ഥങ്ങൾ ലഭിക്കും. പൗലോസ് ഇവിടെ പൊന്തോസിലും ഗലാത്തിയിലും കപ്പദോക്കിയിലും ആസ്യയിലും മിഥുനയിലും ചിതറിപ്പാർക്കുന്ന വിശുദ്ധന്മാർ, ആ വാക്കിന് വളരെ അർത്ഥമുണ്ട്. ചിതറിപ്പാർക്കുന്ന വിശുദ്ധന്മാർ. ചിതറിപ്പാർക്കുന്ന വിശുദ്ധന്മാരെന്ന് പറയുമ്പോൾ ഒരു വിവരണം കൂടെ ചേർത്ത് പറഞ്ഞിട്ടുണ്ട്. ചിതറിപ്പാർക്കുന്ന വിശുദ്ധന്മാർ പരദേശികളാണ്. പ്രൈസ് ദി ലോർഡ്.
ഇന്ന് രാത്രിയിൽ ഈ സന്ദേശം പറയുമ്പോൾ ആ കാലഘട്ടത്തിൽ ഈ ദൂത് കേൾക്കുന്നവർക്ക് മുൻപിലുള്ള പ്രശ്നങ്ങൾ എന്താണെന്നറിയാമോ? 6 അടി മണ്ണിൽ കുഴി കുത്തി നിറച്ച് വിശുദ്ധനെ ഇറക്കിയിട്ട് യേശുവിനെ തള്ളാമോ എന്ന ചോദ്യം. തള്ളിയാൽ പുറത്തെടുക്കാം. ആ കഴുത്ത് മാത്രം മുകളിലുള്ളപ്പോൾ അവരുടെ മറുപടി, അങ്ങനൊരു ജീവിതം വേണ്ട. ഉമിക്ക് തീ കൊടുത്താൽ നീറി ആമൻ കഴുത്തിന് താഴെയുള്ള ഭാഗം വെന്ത് അവസാനിച്ചിട്ടാണ് പ്രാണൻ പോകുന്നത്. എന്നിട്ടും പ്രാർത്ഥനയും അന്യഭാഷയും ആ ചലനം തീരുന്നവരെ മുഴക്കിയ വിശുദ്ധന്മാർ. ഒന്നോർക്കണം, നമുക്ക് മുൻപ് നിത്യത നൽകിയ വിശുദ്ധന്മാരുടെ അകത്തളത്തിൽ വെളിപ്പെട്ട ധീരമായ വെളിപ്പാട്. സ്തോത്രം പ്രിയപ്പെട്ടവരെ. പിന്നെ വിശുദ്ധനെ പിടിച്ചിട്ട് ശവശരീരത്തോട് ചേർത്ത് ബന്ധിച്ച് തെരുവിലങ്ങ് തള്ളും, താഴ്വരകളിൽ. അവിടെ കിടന്ന് അഴുകുന്ന ശവശരീരത്തിലെ പുഴുക്കൾ ജീവനോടെ മൂക്കിലൂടെ, വായിലൂടെ, ചെവിയിലൂടെ അങ്ങനെ അകത്ത് പ്രവേശിച്ച് ഇന്റേണൽ ഓർഗൻസ് മുഴുവനും പുഴുക്കൾ ജീവൻ ഉള്ളപ്പോൾ തന്നെ തിന്നാണ് തീരുന്നത്. എന്നിട്ടും അവർ കർത്താവിനെ തള്ളിയില്ല. മൃഗത്തിൻ്റെ തോലുരിച്ച് അതിലേക്ക് വിശുദ്ധനെ കിടത്തി ചുരുട്ടി കയറുകൊണ്ട് കെട്ടി വെയിലത്തേക്ക് തള്ളുന്നത്. ആഴ്ചകൾ കൊണ്ടാണ് ആ മരണം നടക്കുന്നത്. ആഴ്ചകൾ പട്ടിണ കിടക്കുന്ന മൃഗത്തിൻ്റെ കൂട്ടിലേക്ക് വിശുദ്ധനെ കയറ്റി നിർത്തിയിട്ട് അവൻ പുറത്തു നിന്ന് കരഘോഷത്തോടെ നിൽക്കുക. മൃഗത്തിനിരയായി നിമിഷ നേരം കൊണ്ടാണ് വിശുദ്ധന്മാർ അസ്തമിക്കുന്നത്. അങ്ങനെ എത്ര ക്രൂരമായ ഇടപെടലുകൾ, ഏറ്റവും മൃഗീയമായ വിനോദങ്ങൾ നടന്നത് റോമൻ കൊലോസിയത്തിലാണ്. ഇരുമ്പ് തൂണുകളിൽ കോലരക്ക് കൊണ്ട് വിശുദ്ധനെ കെട്ടിബന്ധിച്ചിട്ട് തീ കൊടുക്കുന്നു. പ്രാണന് വേണ്ടി പിടയുമ്പോൾ അവിടെ നടക്കുന്ന വിനോദങ്ങൾക്ക് വെളിച്ചമായി വിശുദ്ധന്മാരെ ഉപയോഗിക്കുന്നത്. ഇങ്ങനെ എത്ര ക്രൂരമായ പീഡനങ്ങൾ അരങ്ങേറിയിട്ടും ആരും കർത്താവിനെ തള്ളിയിട്ടില്ല, ആരും പിന്നോക്കം പോയിട്ടില്ല. നമുക്കെല്ലാവർക്കും അറിയാം എന്താണ് ഈ പ്രിയപ്പെട്ടവർ ഇത്ര വലിയ പ്രതിസന്ധികൾ വന്നിട്ടും പതറാതിരുന്നത്. അതത്ര ഈ പ്രത്യാശയുടെ വചനം പ്രിയപ്പെട്ടവർക്ക് നേരെ പത്രോസ് എറിഞ്ഞു കൊടുക്കുന്ന വാക്യത്തിന്റെ ആകത്തുക എന്താണെന്നറിയാമോ? ഈ 2ാം ലേഖനം കഴിഞ്ഞാൽ താനും മരണത്തിന് കീഴടങ്ങാൻ പോകുകയാണ്. തൻ്റെ മരണസമയം കുറിക്കപ്പെട്ടെന്ന് ആത്മാവിൽ അറിഞ്ഞിട്ട് ഭക്തൻ എഴുതുകയാണ്. ചിതറിപ്പാർക്കുന്ന പരദേശികളെ, ഈ വിളിക്കകത്തെല്ലാം മറഞ്ഞിരിപ്പുണ്ട്. ഈ നാട് നമുക്ക് സ്വന്തമല്ല, ഇവിടെ നമുക്ക് പൗരത്വമില്ല, ഇവിടെ നമുക്ക് പേരില്ല, ഇവിടെ നമുക്ക് പിതാവില്ല, ഇവിടെ നമുക്ക് രക്തബന്ധങ്ങളില്ല, ഇവിടെ നമുക്ക് വീടില്ല, ഇവിടെ നമുക്ക് നാടില്ല, ഇവിടെ നമുക്ക് പ്രിയപ്പെട്ടവരില്ല. അതുകൊണ്ട് തന്നെ ഇവിടെ നാം പരദേശികൾ. ഇത് മറന്നൊരു കൂട്ടമുണ്ട്. ഇവിടെ പലതും നേടാൻ, ഇവിടെ പലതും വെട്ടിപ്പിടിക്കാൻ, ഇവിടെ പലതും കൈപ്പിടിയിൽ ഒതുക്കാൻ വെമ്പുമ്പോൾ നിങ്ങളെ നോക്കി ഞങ്ങൾക്ക് ലജ്ജ തോന്നുന്നുണ്ട്. പക്ഷേ ഇന്ന് രാത്രി അകത്തളം തിളയ്ക്കുന്ന ഒരു കൂട്ടം വിശുദ്ധന്മാർ, വിശുദ്ധമതികൾ ഈ ഗ്രൗണ്ടിലുണ്ട്. അവരുടെ അകത്തുള്ള പ്രത്യാശ, ഞങ്ങൾ പരദേശികൾ തന്നെയാണ്, ഞങ്ങൾ പ്രവാസികൾ തന്നെയാണ്, ഞങ്ങളുടെ വീട് എവിടെയാണ്, ഞങ്ങളുടെ വീട് എവിടെയാ. അതുകൊണ്ട് തന്നെ പ്രിയപ്പെട്ടവരെ, പരദേശികൾക്ക് ലഭിക്കുന്ന പരിഗണനയാണ് ഈ ലോകത്തുള്ളൂ. നമ്മുടെ നാട്ടിൽ ഒരുപാട് പരദേശികളുണ്ടല്ലോ. പരദേശികളുള്ള പരിഗണന എങ്ങനെയാണ് ഈ നാട് കാട്ടുന്നത്? ഇന്ന് രാത്രി ഓർക്കണേ, അത്ര പരിഗണന നീയും പ്രതീക്ഷിച്ചാൽ മതി. കാരണം നാം ഇവിടെ പരദേശികളാണ്. ലോകം നമ്മെ അർഹിച്ചതൊന്നും തരാതെ പരദേശികൾ, പ്രവാസികളെന്ന് വിളിക്കുമ്പോൾ സ്വർഗം വിളിക്കുന്ന പേരെന്താണെന്നറിയാമോ? വൃതന്മാർ. അതാണ് അവിടെ എഴുതിയിരിക്കുന്നത്, വൃതന്മാർ. അത് ഗ്രീക്ക് ഭാഷയിൽ അതിൻ്റെ ഭാഷാന്തരം തെരഞ്ഞെടുക്കപ്പെട്ടവർ. ലോകം പറയും പരദേശിയാണ്, ലോകം പറയും പ്രവാസിയാണ്. അങ്ങനെയാണെങ്കിൽ സ്വർഗം പറയുന്നത് തെരഞ്ഞെടുക്കപ്പെട്ടവരാണ്. ഇന്ന് രാത്രി ആ സന്ദേശം കൊണ്ട് പോകാവൂ. ഞാൻ വിലയില്ലാത്തതല്ല, ഞാൻ തെരഞ്ഞെടുക്കപ്പെട്ടതാണ്. ഇന്ന് രാത്രി ഭക്തൻ പത്രോസ് പറയുന്ന വിവരണമാണ്. ഈ 2 കാറ്റഗറിയെ പറഞ്ഞുകൊണ്ട് പത്രോസ് കൊടുക്കുന്ന വിവരണം, വ്രതന്മാർക്ക് കൊടുക്കുന്ന വിവരണം 3 വാക്കുകളിലൂടെയാണ്. ആ ഭാഗം ഒന്ന് ശ്രദ്ധിച്ചാൽ മനസ്സിലാകും. പ്രിയപ്പെട്ടവരെ ശ്രദ്ധിച്ചോളൂ. എഴുതിയിരിക്കുകയാണ്, ദൈവത്തിൻ്റെ പിതാവായ ദൈവത്തിൻ്റെ മുന്നറിവിന് ഒത്തവണ്ണം ആത്മാവിൻ്റെ വിശുദ്ധീകരണം പ്രാപിച്ച് അനുസരണം കാണിപ്പാനും യേശുക്രിസ്തുവിൻ്റെ രക്തത്താൽ തളിക്കപ്പെടുവാനുമായി വ്രതന്മാരുമായവർക്ക് എഴുതുന്നത്. അപ്പോൾ വ്രതന്മാർക്ക് കൊടുക്കുന്ന 3 വിശേഷണമാണ്.
ഞാൻ പെട്ടെന്നൊന്ന് പറയാം. ഒന്നാമത്തെ വിശേഷണം ദൈവത്തിൻ്റെ മുന്നറിവിനൊത്തവണ്ണം. രണ്ടാമത്തേത് ആത്മാവിൽ വിശുദ്ധീകരിക്കപ്പെട്ടവർ. മൂന്നാമത്തേത് യേശുക്രിസ്തുവിൻ്റെ രക്തത്താൽ തളിക്കപ്പെട്ടവർ. ഈ വൃതന്മാരുടെ പ്രത്യേകത, ലോകം പരദേശി എന്ന് വിളിക്കും, ലോകം പ്രവാസി എന്ന് വിളിക്കും. സ്വർഗം വിളിക്കുന്ന പേരാണ്. ഈ ലോകത്തിൽ നീ ജീവിക്കുമ്പോൾ അറിയേണ്ട കാര്യം, ദൈവത്തിൻ്റെ മുന്നറിവിൻ പ്രകാരമാണ് നീ ഇവിടെ വന്നിരിക്കുന്നത്. വേദപുസ്തകത്തിൻ്റെ ഏറ്റവും ഗഹനമായ വിഷയമാണ് ദൈവത്തിൻ്റെ മുന്നറിവ്. ഈ മുന്നറിവ് എന്ന വാക്ക് നമുക്ക് അതേ തീവ്രതയിൽ ഗ്രഹിച്ചെടുക്കാൻ കഴിയുന്നത് വളരെ ശ്രമകരമായ ദൗത്യമാണ്. എങ്കിലും ആ മുന്നറിവെന്ന വാക്കകത്ത് കയറിയാൽ നമുക്ക് വെളിപ്പെടുന്നത് ദൈവത്തെയാണ്, ദൈവിക പദ്ധതിയാണ്. എന്താണ് ദൈവത്തിൻ്റെ മുന്നറിവ്? എബ്രായ ലേഖനത്തിൽ നിന്നും റോമാലേഖനത്തിൽ നിന്നും വിവിധ വശങ്ങൾ കാണാം. ഞാൻ റോമാലേഖനത്തിൽ നിന്ന് ഒരു വാക്യം ഒന്ന് ശ്രദ്ധയിൽ കൊണ്ടുവരാം. 8-ാം അധ്യായം 29-ാം വാക്യമാണ്. അവൻ മുന്നറിഞ്ഞവരെ തൻ്റെ പുത്രൻ അനേകം സഹോദരന്മാരിൽ ആദ്യജാതനാകേണ്ടതിന് അവൻ്റെ പുത്രൻ സ്വരൂപത്തോട് അനുരൂപരാകുവാൻ മുൻ നിയമിച്ചുമിരിക്കുന്നു. ഈ വാക്യത്തിൽ എഴുതിയിരിക്കുന്ന പദങ്ങൾ ഓരോന്നും ഇടകീറിയാൽ ഇന്ന് രാത്രി ദൈവമക്കളുടെ പ്രതിസന്ധികളെ നോക്കി നമുക്ക് നിരസാരമായിട്ട് പ്രതികരിക്കാൻ പറ്റും. കാരണം അത്ര കണ്ട് തീവ്രതയുള്ളൊരു വാക്കാണ് ദൈവത്തിൻ്റെ പദ്ധതിയുടെ ഭാഗം. അവൻ മുന്നറിഞ്ഞവരെ തൻ്റെ പുത്രൻ അനേകം സഹോദരന്മാരിൽ ആദ്യജാതനാകേണ്ടതിന് അവൻ്റെ പുത്രൻ്റെ സ്വരൂപത്തോട് അനുരൂപരാകാൻ നിയമിച്ചു. മുന്നറിവ്. ഞാൻ ആ മുന്നറിവ് എന്ന വാക്കിന്റെ പിന്നാലെ പോകുകയാണ്. മുന്നറിവ് എന്താണ്? മുന്നറിവിനെ പൗലോസ് എഫേസ്യ ലേഖനത്തിൽ പറയുന്നത് 1:4 മുതൽ 14 വരെ 9 വാക്കുകൾ കൊണ്ട് പൗലോസ് രേഖപ്പെടുത്തുന്ന ഒരു വാക്കാണ് മുന്നറിവ്. ആ മുന്നറിവിന്റെ തുടക്കം എപ്പോഴ? 4-ാം വാക്യം, എഫേസ്യ ലേഖനം 1:4. അവിടെ തമാം അവന്റെ സന്നിധിയിൽ വിശുദ്ധരും നിഷ്കളങ്കരുമാകേണ്ടതിന് അവൻ ലോക സ്ഥാപനത്തിന് മുൻപേ. അപ്പോൾ മുന്നറിവെന്ന് തുടങ്ങി ലോകസ്ഥാപനത്തിന് മുൻപേ അഖിലാണ്ടത്തിന്റെ ഉടമസ്ഥനായ അഖിലാണ്ടകാരകനായ ദൈവത്തിന്റെ ഒരു പ്രത്യേക പദ്ധതിക്ക് പൗലോസ് കൊടുക്കുന്നൊരു പേരാണ് ലോകസ്ഥാപനത്തിന് മുൻപേ അവന്റെ മുന്നറിവ് ആരംഭിച്ചു. അപ്പോൾ ലോകസ്ഥാപനത്തിന് മുൻപ്, ലോകസ്ഥാപനം എന്നത് ഈ ഭൂമിക്ക് എത്ര പഴക്കമുണ്ടോ അത്ര പഴക്കം ആ വാക്കിനുമുണ്ട്. ഈ പ്രപഞ്ചോൽപ്പത്തിക്ക് മുൻപ്, അപ്പോൾ ഉൽപ്പത്തി ആരംഭിക്കുന്നു ആദിയിൽ എന്ന വാക്കിലാണ്. തിയോളജിക്കലി നമ്മൾ മനസ്സിലാക്കുമ്പോൾ ആദിയിൽ എന്ന വാക്കിന് അവസാനമില്ല. നിത്യത എന്നാണ് തിയോളജിക്കൽ ടേം, നിത്യത. അപ്പോൾ നിത്യത, ആ നിത്യതയ്ക്കൊരു പേര് കൊടുക്കാം, പൂർവകാല നിത്യത. അപ്പോൾ ആദിയിൽ എന്ന വാക്കിന് മുൻപ് പൂർവകാല നിത്യത. പൂർവകാല നിത്യതയിലാണ് ദൈവത്തിൻ്റെ മുന്നറിവ് ആരംഭിച്ചത്. അപ്പോൾ വെളിപ്പാടിന് ശേഷം ഒരു നിത്യതയുണ്ട്. തിരികെ വരാതെ നാം നിത്യതയിലേക്ക് മറയും, ഭാവികാല നിത്യത. ഇപ്പോൾ 2 നിത്യതയ്ക്കിടയിലാണ് വേദപുസ്തകത്തിൻ്റെ നിൽപ്പ്, പൂർവ്വകാല നിത്യതയ്ക്കും ഭാവികാല നിത്യതയ്ക്കും. അപ്പോൾ ഈ 2 നിത്യതയ്ക്കിടയിൽ ഈ വേദപുസ്തകം നിൽക്കുമ്പോൾ ഈ കാലത്തെ എങ്ങനെ രേഖപ്പെടുത്തും? കാലമെന്ന് തന്നെയാണ്. വെളിപ്പാടിൽ 10:6 പറയുന്നു, ഇനി കാലം ഉണ്ടാകയില്ല, കാലമുണ്ടാകയില്ല. അപ്പോൾ 2 നിത്യതയ്ക്കിടയിലാണ് കാലം. കാലം എന്താണ്? കാലം എന്താണെന്ന് പെട്ടെന്ന് മനസ്സിലാക്കാൻ പറ്റും. വലിയ നിർവചനമൊന്നും വേണ്ട. ഭൂമി 1500 മൈൽ വേഗത്തിൽ കറങ്ങുകയാണ്. തന്നെ കറങ്ങിക്കഴിഞ്ഞപ്പോൾ ഒരു ദിവസം നമുക്ക് ലഭ്യമായി. പിന്നെ ഭൂമി സൂര്യനെ ഒന്ന് കറങ്ങി വന്നപ്പോൾ നാം അതിനെ വർഷമെന്ന് വിളിച്ചു. ഒന്ന് ശ്രദ്ധിച്ചോണേ, ഭൂമി ഒന്ന് കറങ്ങിയപ്പോൾ 24 മണിക്കൂറായി. ഭൂമി ഒന്ന് സൂര്യനെ കറങ്ങിയപ്പോൾ 365 ദിവസമായി. നാം അതിനെ വർഷമെന്ന് വിളിച്ചെങ്കിൽ ഭൂമി കറങ്ങാതിരുന്നാൽ 24 മണിക്കൂറില്ലെന്നേ, ദിവസമില്ല, വർഷമില്ല. അപ്പോൾ ഭൂമി കറങ്ങുമ്പോൾ അതിലുള്ള മനുഷ്യർക്ക് മാത്രം ഉണ്ടാകുന്ന ഒരു പ്രത്യേക അവസ്ഥയുടെ പേരാണ് കാലം. അത്രയും മനസ്സിലാക്കിയാൽ മതി. കാരണം വീനസിൻ്റെ കാലം വേറെയാണ്, നെപ്റ്റ്യൂണിൻ്റെ വേറെയാണ്, പ്ലൂട്ടോയുടെ വേറെയാണ്. കാരണം അടുത്ത ഗ്രഹങ്ങളൊക്കെ ഇവിടെ 24 മണിക്കൂർ കൊണ്ട് കറങ്ങുമ്പോൾ അവർ 153, 253 അങ്ങനെയൊക്കെ നിന്ന് കറങ്ങാം. അപ്പോൾ ഓർത്തോണേ, നമ്മുടെ ഈ സമയം 24 മണിക്കൂർ നമുക്ക് മാത്രമേ ഉള്ളൂ. ഈ ദിവസവും കാലവും ഒക്കെ നമുക്ക് മാത്രമേ ഉള്ളൂ. ഇത് നമ്മുടെ മാത്രം ഒരു പ്രത്യേക അവസ്ഥയാണ് ഈ കാലം. അങ്ങനെങ്കിൽ ഭൂമി എന്ന ഗോളം കറങ്ങുമ്പോൾ ഭൂമിക്ക് ചുറ്റും ചന്ദ്രൻ കറങ്ങുന്നു, യുറാനസ്, നെപ്റ്റ്യൂൺ, പ്ലൂട്ടോ, ഇങ്ങനെ ചുറ്റും കിടന്ന് കോടാകോടി ഗോളങ്ങൾ, ഗാലക്സികൾ, ഇതെല്ലാം കൃത്യമായി ചമച്ച് ഇതെല്ലാം കിടന്ന് കറങ്ങുമ്പോൾ ഇതിനെയെല്ലാം കറക്കുന്ന സർവശക്തനായവൻ നിത്യനല്ലേ? അതല്ലേ അനന്യനായവൻ?
താൻ മാത്രം അമർത്യതയുള്ളവൻ, അടുത്തുകൂടാത്ത വെളിച്ചത്തിൽ വസിക്കുന്നവൻ, ആ ദൈവത്തെയാണ് നാം സേവിക്കുന്നത്. ആ ദൈവത്തിൻ്റെ പദ്ധതിയെ നാം പറയുന്നു നിത്യൻ എന്ന വാക്കുകൊണ്ടാണ്. അപ്പോൾ നിത്യനായവൻ കാലത്തിലേക്ക് പരിമിതപ്പെട്ടിറങ്ങിയതാണ് കൃപ. കൃപ, അവൻ നമ്മോട് ഇടപെട്ടതിൻ്റെ പേരാണ് കൃപ. അങ്ങനെയാണെങ്കിൽ ഈ കോടാകോടി ഗോളങ്ങളെ പടച്ചവനെ ഈ ഭൂമി എന്ന ചെറുഗോളത്തിൻ്റെ കുഗ്രാമത്തിലിരുന്ന് ഒന്ന് വിളിക്കുമ്പോൾ, അപ്പാ എന്നൊരു വിളി വിളിക്കുമ്പോൾ, ആ വിളി കേൾക്കാൻ ആകാശം ചായ്ച്ചിറങ്ങുന്നു എന്ന് പറയുമ്പോൾ ഇന്ന് രാത്രി ആ വാക്കിൻ്റെ തീവ്രത അറിയണം. പിടികിട്ടിയോ? അബ്ബാ പിതാവേ, അബ്ബാ പാറ്റർ, രണ്ടു വേർഡ് അവിടെ വരുമ്പോൾ അബ്ബാ പാറ്റർ, രണ്ട് വാക്കുകൾക്കും അരാമിക്കിലും ഗ്രീക്കിലും ഈ പദങ്ങൾക്ക് അർത്ഥമൊക്കെ സെയിമാണേ, ഗ്രാമറിൽ മാത്രമേ ഉള്ള വ്യത്യാസം. അബ്ബാ പാറ്റർ, പാറ്റർ പക്വതയെത്തിയ മകന്റെ വിളിയാണ്. അടുത്തത് അബ്ബ. അബ്ബ എന്ന വേർഡിന്റെ അർത്ഥം പ്രീമച്വർ ബേബി, കൊഞ്ചലോട് അപ്പനെ കയറി വിളിക്കുന്ന വാക്കാണ് അബ്ബ. ഇന്ന് രാത്രി ഈ ഗ്രൗണ്ടിൽ നനഞ്ഞ ഉടഞ്ഞ മനമോടെ, നീറുന്ന ഹൃദയത്തോടെ ഇവിടെ നിന്ന് നീ ഒന്ന് കൊഞ്ചി വിളിച്ചാൽ ആകാശം ചായ്ച്ചിറങ്ങി വരാൻ തയ്യാറായി നിൽക്കുന്ന ഒരുവൻ ഇന്ന് രാത്രി നിനക്ക് വേണ്ടിയുണ്ട്. ആ ഓർമ്മയോടെ വേണം ഈ ഗ്രൗണ്ടിൽ ഇരിക്കാൻ. വന്ന പ്രശ്നത്തിന്റെ പഴക്കം അതിന്റെ ആഴമോ നോക്കി തല്ലുപിടിരിക്കേണ്ടത് നിന്റെ ദൈവത്തെ കുറിച്ചുള്ളൊരു വെളിപ്പാട്. അവന്റെ മുന്നറിവിൽപ്പെട്ട വ്യക്തിയാ നീ. നീ ചെറുതല്ല, നീ ചെറുതല്ല. അതാദ്യം മനസ്സിനെ പഠിപ്പിക്ക. പ്രൈസ് ദി ലോർഡ്. സങ്കീർത്തനക്കാരൻ പറയുന്നു, ദാസന്റെ കണ്ണ്, ദാസിയുടെ കണ്ണ്, അടുത്ത വാക്കാണ്, ഞങ്ങളോട് കൃപ ചെയ്യുവോളം നോക്കിക്കൊണ്ടിരിക്കും. ആരെയാ നോക്കുന്നറിയാമോ? കോടാകോടി ഗോളങ്ങളെ കൃത്യമായി പടച്ചവൻ എൻ്റെ അബ്ബ എന്നുള്ള വിളി കേൾക്കാൻ തയ്യാറായിരിക്കുമ്പോൾ അവൻ എന്നിലേക്ക് തിരിയുന്നതുവരെ ഞാൻ അവനെ നോക്കിക്കൊണ്ടിരിക്കും. എൻ്റെ ശ്രദ്ധ മാറ്റുന്ന ഒരുപാട് പ്രശ്നങ്ങൾ, പ്രലോഭനങ്ങൾ, സാഹചര്യങ്ങളുണ്ട്. അതൊന്നും എന്നെ ബാധിക്കുന്ന വിഷയമല്ല. എൻ്റെ ഓട്ടം അവനിലാണ്. അതിൽ നിന്ന് എൻ്റെ കണ്ണ് ഞാൻ മാറ്റത്തില്ല. ഇന്ന് രാത്രി അതിന് തയ്യാറാക്. നിന്റെ പ്രശ്നത്തിൻ്റെ ഭാരത്തെ അവൻ എടുത്തു മാറ്റും. ആ ദൈവത്തിൻ്റെ പദ്ധതിയുടെ ആരംഭം മുന്നറിവ്. ആ മുന്നറിവ് എന്ന വാക്കവിടെ ആരംഭിക്കുമ്പോൾ ദൈവം നമ്മോട് കാട്ടിയ ഏറ്റവും വലിയ കരുണയുടെ പേരാണ് അവൻ നമ്മെ തെരഞ്ഞെടുത്തു. ദൈവത്തിൻ്റെ തെരഞ്ഞെടുപ്പെന്ന പ്രക്രിയ നമ്മോട് ബന്ധപ്പെട്ട് അരങ്ങേറിയത് ലോകസ്ഥാപനത്തിന് മുൻപ് പൂർവകാല നിത്യതയിൽ. തെരഞ്ഞെടുപ്പെന്ന വാക്കിൻ്റെ പ്രസക്തി ഒന്നിലധികം ഓപ്ഷൻസ് ഉള്ളപ്പോഴാണ് തെരഞ്ഞെടുപ്പെന്ന വാക്കിൻ്റെ പ്രസക്തി. ഒരേപോലുള്ള ഒന്നിലധികം വസ്തുക്കൾ ഉണ്ടാകണം. ഒരു ഹൈപ്പർ മാർക്കറ്റിൽ ചെന്ന് കഴിയുമ്പോൾ ഒരേ വിലയുള്ളത്, ഗുണമുള്ളത്, ഗുണം കുറഞ്ഞത്, ഏറ്റവും മേൽത്തരമായത്, ഏറ്റവും ഹീനമായത്, തത്തുല്യമായത് പലതിരിക്കുമ്പോഴാണ് അതിൽ നിന്ന് യോഗ്യമായതിനെ വേർതിരിച്ചെടുക്കുന്ന പ്രക്രിയ. ആ പ്രക്രിയയ്ക്ക് തെരഞ്ഞെടുപ്പെന്ന് പറയുന്നെങ്കിൽ ഇന്ന് രാത്രി ഗ്രൗണ്ടിലിരിക്കുന്ന ഓരോ പ്രിയപ്പെട്ടവരും ഓർക്കണം, നിന്നേക്കാൾ കഴിവുള്ള, നിന്നേക്കാൾ മിടുക്കുള്ള, നിന്നേക്കാൾ പ്രാപ്തിയുള്ള, നിന്നോടൊപ്പമുള്ള, നിന്നേക്കാൾ ഹീനമായ, നിന്നേക്കാൾ സൗന്ദര്യമുള്ള പലതും ഉള്ളപ്പോഴാണ് അഖിലാണ്ടത്തിൻ്റെ ഉടമസ്ഥൻ്റെ തെരഞ്ഞെടുപ്പിൻ്റെ പദ്ധതി നിന്നിലേക്ക് വന്നത്. അത് ഇന്നല്ല, ലോകസ്ഥാപനത്തിന് മുൻപ്, നീ പിറക്കും മുൻപ്, നിന്റെ മാതാപിതാക്കൾ ഒരു ഭാഗം മുൻപ്, നിനക്ക് പ്രിയപ്പെട്ടവർ ചമയ്ക്കപ്പെടും മുൻപ്, ഭൂമിയും ഭൂമണ്ഡലവും ചമയ്ക്കപ്പെടും മുൻപ് സ്വർഗത്തിലെ ദൈവത്തിന്റെ മുന്നറിവിൽ അവൻ നിന്നെ തിരഞ്ഞെടുത്തു. ആ തെരഞ്ഞെടുപ്പിന്റെ പ്രക്രിയയാണ് നമ്മെ ഇന്ന് നിർത്തിയിരിക്കുന്നത്. ആ തെരഞ്ഞെടുപ്പിന്റെ ആഴമറിഞ്ഞ പ്രിയപ്പെട്ടവരെ, ഈ തെരഞ്ഞെടുപ്പിന്റെ അകത്തുള്ള ഏറ്റവും ഭീകരമായ, ഏറ്റവും ശ്രേഷ്ഠമായ ആശയങ്ങളിലേക്ക് നമ്മൾ ഇറങ്ങിക്കഴിയുമ്പോൾ ഈ ലോകത്തിലെ ചില പ്രതികൂലങ്ങളോട് നമുക്ക് സലാം പറയാൻ പറ്റും. ഈ മുന്നറിവിൻ്റെ അടുത്ത ഭാഗം നമ്മൾ മനസ്സിലാക്കി, തെരഞ്ഞെടുത്തു. അപ്പോൾ നമ്മെ തെരഞ്ഞെടുത്തു എന്ന വാക്ക് റോമാലേഖനത്തിലേക്ക് വരുമ്പോൾ പൗലോസ് ഉപയോഗിക്കുന്നത് മറ്റൊരർത്ഥത്തിലാണ്. റോമാലേഖനത്തിൽ വായിക്കുന്നത് 11-ാം അധ്യായം 25-ാം വാക്യം ഇങ്ങനെയാണ്. വാക്യം എഴുതുന്നത്, സഹോദരന്മാരെ, നിങ്ങൾ നിങ്ങൾക്ക് തന്നെ ബുദ്ധിമാന്മാരെന്ന് തോന്നാതിരിക്കേണ്ടതിന് ഞാൻ നിങ്ങൾക്കൊരു രഹസ്യം പറഞ്ഞു തരാം. ജാതികളുടെ പൂർണ്ണസംഖ്യ ചേരുവോളം ഇസ്രയേലിന് അംശമായി കാഠിന്യം ഭവിച്ചിരിക്കുന്നു. ഈ വാക്ക് മുന്നറിവിൻ്റെ അടുത്തൊരു ഭാഗമാകട്ടെ. എന്താണെന്നല്ലേ? ജാതികളുടെ പൂർണ്ണസംഖ്യ.
നസറനാഥൻ്റെ അരികിൽ ശിഷ്യന്മാരടഞ്ഞിട്ടൊരു ചോദ്യം ചോദിച്ചു, ഗുരുവേ, നിന്റെ വരവും ലോകാവസാനവും എപ്പോഴാണ്? ആ ചോദ്യം ആവർത്തിക്കുമ്പോൾ ശിഷ്യന്മാരോട് കർത്താവ് പറഞ്ഞ, ആ നാളും നാഴികയും പിതാവല്ലാതെ പുത്രനോ ദൂതന്മാർക്കോ അറിയില്ല, പിതാവിനറിയാം. കർത്താവ് അവിടെ വ്യക്തമായി പറയുന്നു, പിതാവിനറിയാം. പിതാവിനറിയാമെന്ന് പറയാൻ കാരണം പൂർവകാല നിത്യതയിൽ തെരഞ്ഞെടുക്കപ്പെടേണ്ട ലിസ്റ്റിൻ്റെ പ്ലാനിങ് നടത്തിയ ആള് പിതാവാണ്. പ്രൈസ് ദി ലോർഡ്. ഇവിടേക്ക് വരുമ്പോൾ പൗലോസ് വീണ്ടും ആവർത്തിക്കുകയാണ്. റോമാ സഭയോട് പറയുന്നു, നിങ്ങൾ ബുദ്ധിമാന്മാരെന്ന് നിങ്ങൾക്ക് തന്നെ തോന്നാതിരിക്കേണ്ടതിന് ഈ രഹസ്യം അറിയാതിരിക്കരുത്. ഏതാ ഈ രഹസ്യം? ആ രഹസ്യം പറയുന്നു, ജാതികളുടെ പൂർണ്ണസംഖ്യ ചേരുവോളം. ഈ ജാതികളുടെ പൂർണ്ണസംഖ്യ എന്ന് പറയുന്നത്, ജാതികളുടെ കാലമുണ്ട്, ജാതികളുടെ സംഖ്യയുണ്ട്. ജാതികളുടെ കാലം BC 606 തുടങ്ങി, അത് അവസാനിക്കുന്നത് യേശുവിൻ്റെ രാജകീയ വാഴ്ചയിലാണ്. എന്നാൽ ഇവിടെ അടുത്തത് ജാതികളുടെ കാലമാണ്, ജാതികളുടെ സംഖ്യ. ജാതികളുടെ കാലം BC 606 ഇവിടെ പറയുന്നു ജാതികളുടെ സംഖ്യ. ജാതികളുടെ സംഖ്യയുടെ ആരംഭം ക്രൂശിലാണ്. ഇത് തീരുന്നത് കാഹളനാദത്തിലാണ്. ഒന്ന് ശ്രദ്ധിച്ചോണം. ക്രൂശിൽ തുടങ്ങിയ സംഖ്യയാണ്. അത് കാൽവറിയുടെ കുലക്കളത്തിൽ നസറനാഥൻ യാഗമായി മാനവകുലത്തിൻ്റെ രക്ഷണ പദ്ധതി പൂർത്തിയാക്കാൻ കിടക്കുമ്പോൾ സപ്തമൊഴി പ്രവാഹം അനർഗളമായി പ്രവഹിക്കുന്നു. ഒന്നാമത്തെ മൊഴി നസ്രായൻ്റെ അധരത്തിൽ നിന്ന് പുറത്തേക്ക് വന്നു, പിതാവ്, ഇവർ ചെയ്യുന്നത് ഇന്നതെന്നറിയായെങ്കിൽ ഇവരോട് ക്ഷമിക്കണം. ഉടനെ സമീപേ കിടന്ന തസ്കരൻ പെട്ടെന്നൊരു യാചനയാണ്, എന്നെ കൂടെ നോക്കണം. നസ്രായൻ പറഞ്ഞു, ഇന്ന് നീ എന്നോടുകൂടെ പർദീസായിലിരിക്കും. അന്ന് തസ്കരൻ നസ്രായനുമായി പോകുകയാണ് ആദ്യമായി പർദീസ എന്ന മഹനീയമായ ഇടത്തേക്ക്. അവിടേക്ക് ചെല്ലുമ്പോൾ നമ്മളൊന്ന് മനസ്സിലാക്കണം, ജാതികളുടെ സംഖ്യയിൽ ഒന്നാമത്തെ ആളായി പോകുന്നത് നസ്രായൻ്റെ കൂടെ ചെല്ലുകയാണ്. ആ സ്ഥലത്തേക്കൊന്ന് ചെന്ന് എൻ്റെ ഭാവനയിൽ ഞാൻ കണ്ടു. അവിടേക്ക് ചെന്നപ്പോൾ ഒരുപാട് അധികായകന്മാരുണ്ട്. ഹാബേൽ മുതലുള്ള അധികായകന്മാരായ ആളുകൾ ഇവിടെ വിശ്രമിക്കുകയാണ്. അവരെല്ലാം നോക്കി നിൽക്കുന്നത് വിശ്വാസത്തിൽ കാഴ്ചവെച്ച ആരാധനയും വിശുദ്ധ ജീവിതവും പലതും വേണ്ടെന്ന് വെച്ചതൊക്കെ വിശ്വാസം എന്ന അടിത്തറയിലാണ്. അതിൻ്റെ എല്ലാം വിശ്വാസത്തിൻ്റെ നായകൻ വരുന്നു. അവരെല്ലാം എഴുന്നേറ്റു വളരെ ആഹ്ലാദത്തോടെ ആദരവോടുകൂടി അവരുടെ എല്ലാവിധമായ ആ സ്നേഹവും സന്തോഷവും ഒക്കെ അവിടെ അർപ്പണം ചെയ്യുമ്പോൾ നസ്രായൻ്റെ കൂടെ ഇതെല്ലാം സാഗൂതം വീക്ഷിച്ചു കൊണ്ട് നിൽക്കുകയാണ് തസ്കരൻ. പുള്ളിയുടെ ഉള്ളിലെ ഒരു ചിന്ത, ഇവരെ ഒന്നും പരിചയമില്ലല്ലോ. പുള്ളിയുടെ ചിന്ത, ഞാനും ഒട്ടും മോശക്കാരനൊന്നുമല്ല, കാരണം ഇവരെല്ലാം എഴുന്നേൽക്കുന്നത് എന്നെ കൂടെ കണ്ടിട്ടാണ്. ആദ്യം കണ്ട ആളെ കണ്ടപ്പോൾ താൻ ചോദിച്ചു, ബ്രദറിൻ്റെ പേരെന്താ? അദ്ദേഹം പറഞ്ഞു, ഞാൻ ഹാബേലെ, ഞാൻ ആദ്യമായിട്ട് ഇവിടെ വന്ന, കുറേ നാളായിട്ട് ഇവിടെ ഒട്ടിക്കായിരുന്നു. ആളെ പിടി കിട്ടിയപ്പോൾ മാറി അടുത്ത ആളോട് ചോദിച്ചു, എക്സ്ക്യൂസ് മീ, ബ്രദറിൻ്റെ പേരോ? എന്നെ അറിയത്തില്ലേ, ഞാൻ ഹാനോക്ക്. ഞങ്ങൾ അദ്ദേഹമായിട്ട് ഞങ്ങൾ ഒന്നിച്ചായിരുന്നു. കുറച്ച് കഴിഞ്ഞപ്പോൾ ഇദ്ദേഹം പറഞ്ഞു, ഇനി പോരെ, അദ്ദേഹം തന്നെയാണെന്ന്. അങ്ങനെ ഞാൻ വന്ന. ഇതാരാ? ബ്രദറിൻ്റെ പേരെന്താ? ഞാൻ നോഹ, പെട്ടകം. മനസ്സിലായി. അതാരാ? അപ്പോഴേക്കും പുള്ളിയുടെ ബേസും വിട്ടും ഒക്കെ കുറച്ചിട്ട് പുള്ളി അടുത്ത് വിളിച്ചു, ബ്രദറിൻ്റെ പേരെന്താ? എൻ്റെ പേര് അബ്രഹാം. മനസ്സിലായി. ഇതെൻ്റെ മോന് സഖാക്ക്. ആയിരിക്കുന്നു അവൻ്റെ മോന് യാക്കോബ. അതോ അവൻ്റെ മോൻ യോസഫ്. ആയിരിക്കുന്നു അത് യെശയ്യാവ്. ഇപ്പുറത്തു അത് ഇരമ്യാവ. അത് എഹസ്കേല. ആയിരിക്കുന്നു ദാനിയേല. ഇത് ഹോശയ. അത് എല്ലാവരെയും പരിചയപ്പെട്ട് വന്നു. ദാ മാറിയിരിക്കുന്നത് സ്നാപക യോഹന്നാൻ. എല്ലാവരെയും പരിചയപ്പെട്ടപ്പോൾ അവർ ചോദിച്ചു, എക്സ്ക്യൂസ് മീ, ഇന്ന് വന്ന മോനെ? ഓ, മോൻ്റെ പേരെന്താ? എൻ്റെയോ? മോൻ്റെ ഗോത്രവേദ. അപ്പം അകരവൻ അവിടെ നിർത്തി കൂറ് ചോദിക്കും. ഏത് കൂറാ? വേറൊരു ചോദിച്ചു, മോൻ്റെ വീട്ടുപേരെന്താ? ഡാഡിയുടെ പേരെന്താ? മമ്മിയുടെ പേരെന്താ? നിൻ്റെ ജോലി എന്തായിരുന്നു? ഞങ്ങളൊക്കെ പലതും തെളിയിച്ചിട്ട് വന്നതാ. കഴിവും കരുത്തും വിശുദ്ധിയൊക്കെ തെളിയിച്ചിട്ട് ഇവിടെ വന്ന് കയറിയതാ. നീ എങ്ങനെ വന്നു? എന്ത് ചെയ്തിട്ട് വന്നു? അവരുടെ എല്ലാം മുമ്പിൽ ശരിക്കും ഈ തസ്കരൻ്റെ ഉള്ളിലെ ചിന്ത ഞാൻ മനസ്സിലാക്കുന്നത്, ചിന്തിച്ച് കാണും വരാതിരിക്കുകയായിരുന്നു ഭേദം. ഇത്രയും ചോദ്യത്തിൻ്റെ മുൻപിൽ തിരിച്ചു പുള്ളിക്കൊന്നേ പറയല, എൻ്റെ പൊന്നച്ചായന്മാരെ, വന്നു പെട്ടത് കഴിവ് കൊണ്ടല്ല, കരുത്ത് കൊണ്ടല്ല, മിടുക്ക് കൊണ്ടല്ല, പാരമ്പര്യം കൊണ്ടല്ല, കഴിവ് കൊണ്ടോ പഠിപ്പ് കൊണ്ടോ മിടുക്കനാലോ അല്ല. ഇതുവരെ നല്ലതൊന്നും ചെയ്തിട്ടില്ല, നല്ല ഗോത്രമില്ല, കുടുംബമില്ല, കൂറില്ല, നല്ല പാരമ്പര്യം പറയാനില്ല. പക്ഷേ ഒന്നേ ഉള്ളൂ, മരണം ഇരന്നു വാങ്ങി ജീവിതം ഒടുങ്ങാൻ കിടങ്ങുമ്പോഴാ ഞാൻ ഈ മഹാത്മാവിനെ കണ്ടത്. അവനോട് ഞാൻ ചോദിച്ചത്, എന്നെ ഒന്ന് ഓർക്കാമോ എന്നാണ്. അവൻ എന്നോട് പറഞ്ഞത്, എൻ്റെ കൂടെ പോരാൻ. ഇവിടെ ഞാൻ എത്തിയത് കഴിവിനാലല്ല, കൃപയാല. ഇന്ന് രാത്രി മനസ്സിലാകുന്നുണ്ടോ? ഇന്ന് രാത്രി കൃപയാൽ രക്ഷിക്കപ്പെട്ടവരുടെ കൂട്ടം അന്ന് കള്ളം കയറി തുടങ്ങുകയാണ്. ജാതികളുടെ സംഖ്യ.
അന്ന് തുടങ്ങിയതായത്. ഇത് തീരുന്നതെന്നാണെന്നറിയാമോ? കാഹളനാദം മുഴങ്ങുന്നതിൻ്റെ അന്ന് അവസാന ആളൂടെ കയറുമ്പോൾ കൃപയുടെ വാതിലങ്ങടയും. പിന്നെ പേടകം നിത്യത ലാക്കാക്കി ചലിക്കാൻ തുടങ്ങും. അപ്പോൾ ഇന്ന് രാത്രി ഒന്നോർക്കണം പ്രിയപ്പെട്ടവരെ, അവസാനത്തെ ആളാരാണെന്ന് ആർക്കറിയാം എന്ന് ചോദിച്ചാൽ ഒന്നേ പറയാൻ പറ്റത്തുള്ളൂ, ആ നാളും നാഴികയും സംബന്ധിച്ച് പിതാവല്ലാതെ പുത്രൻ അറിയത്തില്ല. അങ്ങനെങ്കിൽ പിതാവിന് അറിയാമെങ്കിൽ അവസാനത്തെ ആൾ ആരാണെന്നും പിതാവിന് വ്യക്തമായി അറിയാം. ഇന്ന് രാത്രി കർത്താവേ, നീ എന്തുകൊണ്ട് വന്നില്ല? നീ രക്ഷിക്കപ്പെടാൻ. കുഞ്ഞെ, ഇന്ന് രാത്രി ഇതിനകത്ത് നീ വന്നത് ഒരുപാട് കൺവെൻഷനും ഒരുപാട് ഉപവാസ പ്രാർത്ഥനയൊക്കെ കൂടി പലതും തെറ്റി ഒഴിഞ്ഞിട്ടാണ് ഇന്ന് നീ നിർബന്ധത്താൽ ഗ്രൗണ്ടിൽ വന്നതാ. ഇന്ന് രാത്രി ആത്മാവ് വ്യക്തമായി ചിലതിനെ നോക്കി പ്രവചിക്കുക. ഇത് നിന്നോടുള്ള ദൈവിക ഇടപെടലിൻ്റെ അവസാന രാത്രിയാണ്. ഇന്ന് രാത്രി നിനക്ക് വേണ്ടിയാ കർത്താവ് വരാൻ വൈകുന്നത്. നിന്നെ കൂടി കൃപയുടെ പ്രമാണത്തിൽ കയറ്റാൻ നിന്റെ പേരൂടെ ഇതിനകത്തുള്ളത് കൊണ്ട് നിന്റെ ജാതിയോ മതമോ വർഗമോ നോക്കാതെ നിത്യതയിൽ, പൂർവകാല നിത്യതയിൽ അവന്റെ തെരഞ്ഞെടുപ്പിന്റെ പേര് നിന്റെയും ചേർക്കപ്പെട്ടത് കൊണ്ട് ഇന്ന് രാത്രി മടങ്ങി വാ. യേശുവിന് വേണ്ടി ഹൃദയം കൊടുക്ക. പ്രൈസ് ദി ലോർഡ്. ആകാശത്തിന് കീഴിൽ മനുഷ്യരുടെ ഇവിടെ രക്ഷിക്കപ്പെടുവാൻ നൽകപ്പെട്ട ഏകനാമം യേശുവിൻ്റെ നാമം. മറ്റൊരുത്തരും രക്ഷയില്ല. ആകയാൽ സ്നേഹിത, കുഞ്ഞേ, സഹോദര, നീ നിൽക്കുന്ന വഴിവക്കലോ തെരുവോരത്തോ കടത്തണലിയാകാൻ നിന്റെ പ്രശ്നത്തിൻ്റെ പരിഹാരകൻ യേശുവാ. ഈ ജാതീയതുമാകട്ടെ, അതൊന്നും എൻ്റെ നസ്രായന വിഷയമല്ല. ഹൃദയം തുറന്ന് എനിക്കും ഒരു വിടുതൽ വേണം, എൻ്റെ പ്രശ്നത്തിൻ്റെ പരിഹാരം വേണം, എനിക്ക് സമാധാനം വേണമെന്ന് ഇടനെഞ്ച് ഒന്ന് നുറുങ്ങി പ്രാർത്ഥിക്കുമോ? ഇന്ന് രാത്രി കർത്താവ് നിന്നെ തൊടും, നിന്റെ ഗതിയെ മാറ്റും. തസ്കരന്റെ യാചനയ്ക്ക് ചെവി കൊടുത്തവൻ ഇന്ന് രാത്രി നിന്റെ നിലവിളിക്ക് മുൻപിൽ ഇറങ്ങും, നിന്നെ വിടുവിക്കും. അവൻ വിശ്വസ്തനാണ്. മുന്നറിവിൻ്റെ ഏറ്റവും പൂർണ്ണത, ആ മുന്നറിവ് എത്തി നിൽക്കുന്നത് കർത്താവായ യേശുക്രിസ്തുവിൻ്റെ വരവിൻ്റെ ധ്വനി മുഴങ്ങാനുള്ള ദിവസത്തിലേക്ക്. എൻ്റെ പ്രിയരെ, ജാതികളുടെ സംഖ്യ പൂർണ്ണമാകുന്നത് കാഹളനാദം മുഴങ്ങുന്നതിൻ്റെ അന്നാണ്. ആര്, എന്ത്, എങ്ങനെ ആർക്കും അറിയാത്തൊരു മിസ്റ്ററി. പക്ഷെ ഒന്ന് ഉറപ്പിക്കണം, നമ്മൾ ഏതു നിമിഷവും ഈ മണ്ണിൽ നിന്ന് പോകേണ്ടവരാണ്. ഇന്ന് രാത്രി അതുകൊണ്ട് ആ മുന്നറിവിലൊത്ത് ജീവിതം നയിക്കാൻ നമുക്ക് തയ്യാറാകണം. പ്രശ്നങ്ങൾ ഉയരും, പ്രതികൂലങ്ങൾ വരും, പ്രതിസന്ധികൾ അവിടെ ഉയരുമ്പോൾ മനസ്സിലാക്കണം, നാം ഇവിടെ പരദേശികളാണ്. പക്ഷേ നമ്മെ തെരഞ്ഞെടുത്തിരിക്കുന്നു ഇവിടുത്തെ പദ്ധതിയല്ല, നിത്യതയുടെ പദ്ധതിക്ക് വേണ്ടിയാണ്. ആ പദ്ധതിക്ക് വേണ്ടി തിരഞ്ഞെടുക്കപ്പെട്ട നാം കാത്തിരിക്കുന്നത് കർത്താവിൻ്റെ ആ വിളി കേൾക്കാൻ വേണ്ടി മാത്രമാണ്. ഇവിടെ പത്രോസ് പറയുന്നൊരു വാക്കുണ്ട്, യേശുക്രിസ്തുവിൻ്റെ രക്തത്താൽ തളിക്കപ്പെട്ടവരുമായ വ്രതന്മാർ. ആ വാക്കിനൊരു വിവരണം ഞാൻ നൽകി പ്രാർത്ഥിക്കാൻ പോവുകയാണ്. ഇന്ന് രാത്രി പ്രിയപ്പെട്ടവരെ, നാം കേൾക്കാൻ പോകുന്ന ഏറ്റവും മഹനീയമായ ശബ്ദം, ഇവിടെ കയറി വരുവീൻ. ഉത്തമഗീതത്തിൽ ആ വാക്ക് കൊടുക്കുന്നത് 2:14, കടുംതൂക്കിൻ്റെ മറവിലും പാറയുടെ പിളർപ്പിലും ഇരിക്കുന്ന എൻ്റെ പ്രാവേ, നിൻ്റെ മുഖമൊന്ന് കാണട്ടെ. ഈ ശബ്ദമായാറിൽ കേൾക്കാൻ പോകുകയാ. എങ്ങനെ ഈ പ്രാവ് പാറയുടെ പിളർപ്പിലും കടുംതൂക്കിൻ്റെ മറവിലും എത്തിയതെന്നറിയണ്ടേ? ലേവ്യ പുസ്തകത്തിൽ കുഷ്ഠരോഗിയുടെ ശുദ്ധീകരണം 2 പ്രാക്കളെ എടുക്കും, ഒന്നിനെ ഉറവ് വെള്ളത്തിലിറക്കും, ഒന്നിനെ ചിറക് ബന്ധിച്ചിട്ട് ഈ സ്വപ്പ് തട്ട് ചുവപ്പ് നൂൽ, പിരിച്ച പഞ്ഞനൂൽ എന്നിവ ചേർത്ത് ബന്ധിച്ച് ഈ രക്തത്തിൽ മുക്കി കുഷ്ഠരോഗിയുടെ മേൽ 7 പ്രാവശ്യം തളിച്ച് ശുദ്ധി ചെയ്യും. ശേഷം ജീവനുള്ള പ്രാവിനെ ആ രക്തത്തിൽ മുക്കിയിട്ട് ചിറകിൻ്റെ കെട്ടടിച്ചങ്ങ് പറത്തിവിടും. പറന്ന് പഴയ കൂട്ടിലേക്ക് ചെല്ലുമ്പോൾ കൂടെയുള്ള പ്രിയപ്പെട്ടവർ പറയും, ഇനി നിന്നെ ഞങ്ങളുടെ കൂടെ വേണ്ട കേട്ടോ, കാരണം നിൻ്റെ മേൽ രക്തം വീണിട്ടുണ്ട്, നിന്നെ ഇനി ഞങ്ങളുടെ കൂടെ വേണ്ട. പഴയ സ്ഥലത്ത് ഇര തേടി ചെന്നാൽ കൊത്തി ഓടിക്കും, കാരണം രക്തത്തിൻ്റെ രൂക്ഷഗന്ധം ഉള്ളത് കൊണ്ട് നിന്നെ ഞങ്ങളുടെ കൂടെ വേണ്ട. വിശ്രമിക്കാൻ ഏതെങ്കിലും മരക്കൊമ്പിലിരുന്നാൽ കഴുകനും റാഞ്ചൻ പക്ഷിയും പുള്ളും ആഞ്ഞെടുക്കും കൊത്തിപ്പറിക്കാൻ. അവിടെയും ഇരിക്കാൻ ഇടമില്ലെന്നേ. പ്രാവ് പറക്കാൻ തുടങ്ങും, ഇരിക്കാനിടമില്ല, ഒളിക്കാനിടമില്ല. പറന്ന് ചിറക് കുഴയുമ്പോൾ ഉള്ളിലൊരാന്തലാണ്, എവിടെ ഒളിക്കാം. പിന്നത് തേടുന്നത് ഒളിവിടമാണ്. ആ ഒളിവിടമാണ് പാറയുടെ പിളർപ്പോ കടുംതൂക്കിൻ്റെ മറവോ. പാറയുടെ പിളർപ്പിലേക്ക് പ്രാവ് കയറി കുറുകി ഇരിക്കുകയാണ്. എന്താ കാരണം? പുറത്ത്
കഴുകനും റാഞ്ചൻ പക്ഷികളും കുത്തിപ്പറിക്കാൻ നിൽക്കുക. ഞാനിങ്ങനെ ഒളിക്കേണ്ടി വന്നത്, എനിക്ക് വീട് നഷ്ടപ്പെട്ടത്, എൻ്റെ കൂട് നഷ്ടപ്പെട്ടത്, പഴയ പോലെ ഇര തേടാൻ പറ്റാത്തത്, എല്ലാവരെയും പോലെ പറന്നു നടക്കാൻ പറ്റാതെ ഒരുപാട് പ്രതിസന്ധികൾ വരുന്നത് എൻ്റെ ഇണയുടെ രക്തത്തിൽ കുളിച്ചത് കൊണ്ടാണ്. എനിക്കിനി പുറത്തു വരണമെങ്കിൽ എൻ്റെ ഇണ വന്നാലേ പറ്റത്തുള്ളൂ. എൻ്റെ ഇണ വരാതെ എനിക്ക് പഴയ പോലെ ഇറങ്ങാൻ പറ്റത്തില്ല. ഇന്ന് രാത്രി യേശുക്രിസ്തു എന്ന ഇണയുടെ രക്തത്തിൽ കുളിച്ചതിൻ്റെ പേരിൽ ലോകം തള്ളി, പ്രിയപ്പെട്ടവർ ഉപേക്ഷിച്ച്, പടികടച്ച് പിണ്ണം വെക്കപ്പെട്ടവരും പിതൃസ്വത്ത് നൽകാതെ ആട്ടിപ്പായിച്ചവരും ലോകമർഗിച്ച മാന്യത തരാതെ മാറ്റി നിർത്തപ്പെട്ടവരും ഒരു കൂട്ടം വിശുദ്ധന്മാർ അടിക്കപ്പെട്ട പാറയായ ക്രിസ്തുവിൽ മറഞ്ഞു. എന്നാൽ ഇന്ന് രാത്രി കേൾക്കാൻ പോകുന്ന ശബ്ദം, കടുംതൂക്കിന്റെ മറവിലും പാറയുടെ പിളർപ്പിലും ഇരിക്കുന്ന എൻ്റെ പ്രാവേ, ഇന്ന് രാത്രി പ്രത്യാശയകത്ത് കാത്തട്ടെ. പ്രിയപ്പെട്ടവരെ, നമ്മുടെ കർത്താവ് വരാറായി. അധിക കാലം ഇവിടെ ഇല്ല കേട്ടോ. ഇന്ന് രാത്രി ഓരോ ആത്മീകനും അകത്തളത്തിൽ ഒരു ദീപമായി സൂക്ഷിക്കേണ്ട ചിന്തയാണ്. നാം ഇവിടെ പരദേശികളാണ്, ഇവിടെ പ്രവാസികളാണ്. അധിക കാലമില്ല ഇവിടെ. ഇനി നമുക്ക് മുൻപ് നിത്യത പുൽകിയ വിശുദ്ധന്മാർ നിരവധി. ഈ മേഖല 63ാമത്തെ കൺവെൻഷൻ ഇന്ന് രാത്രി ആഘോഷിക്കുമ്പോൾ പലരുടെ ഓർമ്മയിൽ ഈ നേതൃനിലയിൽ ഇരുന്ന ഒരു കൂട്ടം പിതാക്കന്മാർ, അധികായകന്മാർ, IPC എന്ന ബൃഹത് പ്രസ്ഥാനത്തിൻ്റെ നെടുനായകത്വം വഹിച്ച പിതാക്കന്മാരെ ഓർമ്മയില്ലേ? എത്രയോ ശിഷ്യത്വം അനുഭവിച്ചവരാണ് ഇവിടെ ഇരിക്കുന്നത്. അവരൊക്കെ നിത്യതയുടെ ആ വലിയ വെളിപ്പാട് പ്രാപിച്ച് അക്കരയെത്തില്ലേ? പോകേണ്ട എണ്ണമൊക്കും ഇവിടെ ഉള്ളതിന് വേണ്ടി ഓട്ടമോടി നശിക്കാതെ ഇന്ന് രാത്രി അകത്തളത്തിലെ ആ വെളിപ്പാടൊന്ന് മൂർച്ച കൂട്ട്. പ്രൈസ് ദി ലോർഡ്. CS മാത്യു എന്ന അഭിഷിക്തൻ 11 മക്കളിൽ 8 പേരെയും ശവമടക്കിയിട്ട് കർത്തൃവേല ചെയ്യുമ്പോൾ തൻ്റെ 8ാമത്തെ കുഞ്ഞിനെയും അടക്കിയിട്ട് രാത്രി പ്രസംഗവേദിയിൽ ചെന്ന് പ്രസംഗിച്ചിട്ട് ഒലക്കീറി ചാരി ചാണകം മെഴുകിയ കൂരയ്ക്കകത്ത് അന്ന് രാത്രി പ്രസംഗം കഴിഞ്ഞ് വിശ്രമിക്കുമ്പോൾ, മകൻ നഷ്ടപ്പെട്ട വേദന കടച്ചമർത്തി ശുശ്രൂഷിച്ച് വിശ്രമിക്കുമ്പോൾ കാണുന്നു തീവ്രമായ വെളിപ്പാട്, തേജസ്കരിക്കപ്പെട്ട ക്രിസ്തുവിൻ്റെ രൂപം കണ്ണുനീർ ധാരധാരയായി ഒഴുകി. ആ രാത്രി ആ പിതാവ് എഴുതുകയാണ്, എൻ പ്രിയനെ പോൽ സുന്ദരനായി ആരെയും ഞാൻ ഉലകിൽ കാണുന്നില്ല, മേലാരും ഞാൻ കാണുകയില്ല, മണ്ണെ പ്രതി മാണിക്യം ഞാൻ വെടിയുകയില്ല. ഇന്ന് രാത്രി അതാകട്ടെ നമ്മുടെ അകത്തളത്തിലെ പ്രത്യാശ. അതേ പ്രചിതറി പാർക്കുന്ന വിശുദ്ധന്മാരും പരദേശികളുമായ വ്രതന്മാരെ, തെരഞ്ഞെടുപ്പിനൊരു പൂർണ്ണതയുണ്ട്. അത് കാഹളനാദം മുഴങ്ങുന്നത് എന്താണ്? അത് വെളിപ്പെടാൻ പോകുന്നത് ഓടിയതിനും അധ്വാനിച്ചതിനും കർത്താവിന് വേണ്ടി ചെലവിട്ടതിനുമെല്ലാം അർഹിച്ച പ്രതിഫലത്തോടെ നമ്മെ മാനിക്കുന്ന ദിവസം. ആകയാൽ പ്രവർത്തിച്ചവന് കൂലി കണക്കിടുന്നത് കൃപയായിട്ടല്ല, കടമായിട്ടത്രേ. ഹല്ലേലൂയ. ആ പ്രത്യാശയകത്ത് വേണം കേട്ടോ. കർത്താവിന് വേണ്ടി ഓടി ഓട്ടം തികച്ച പ്രിയപ്പെട്ട എനിക്കും എൻ്റെ അകത്ത് എന്നെ ഓടാൻ പ്രേരിപ്പിക്കുന്ന ഏറ്റവും വലിയ ഊർജം അതാണ്. പ്രവർത്തിച്ചവന് കൂലി കണക്കിടുന്നത് കൃപയായിട്ടല്ല, കടമായിട്ടാണ്. ഇവിടെ കടമായിട്ടെന്ന് വാക്ക് പറയുമ്പോൾ മാസം സാലറി എണ്ണി വാങ്ങുന്നവർക്കറിയാം. 28ാം തീയതി കഴിയുമ്പോൾ സാലറി അക്കൗണ്ടിൽ ക്രെഡിറ്റ് ആകുന്നെങ്കിൽ ഇന്ന് രാത്രി ഒന്ന് സൂക്ഷിച്ചോണേ. ഓടിയതും അധ്വാനിച്ചതും ഒക്കെ നമുക്ക് പറയാനുള്ളത് അർഹിക്കാത്തതാ തന്നത്. പക്ഷെ ഒന്ന് ഓർമ്മിച്ചോണേ, അർഹിക്കാത്തത് കയ്യിൽ കിട്ടിയെങ്കിൽ തമ്പുരാൻ പറയുന്നത് എന്താണെന്നറിയാമോ? തെരഞ്ഞെടുക്കപ്പെട്ട വ്രതനെ, നിന്റെ കട ഞാൻ ഇവിടല്ല വീടുന്നത്, അവിടെയാ വിടുന്നത്. ഇവിടെ ഞാൻ അഡ്വാൻസേ തന്നിട്ടുള്ളൂ. അഡ്വാൻസ് കിട്ടിയപ്പോൾ ഇത്ര ആനന്ദം അകത്തളത്തിൽ തിരതള്ളുന്നെങ്കിൽ അഡ്വാൻസിൻ്റെ അപ്പുറത്ത് അവകാശം വിഭജിക്കുന്ന നിത്യതയുടെ പൊൻപുലരിയിൽ നാം ഒരുമിച്ച് ദൈവത്തെ സേവിക്കും. ആ പ്രത്യാശയുള്ളവർ 2 കരങ്ങൾ തട്ടി അല്പസമയം ശക്തിയോടെ ദൈവത്തെ ഒന്ന് സ്തുതിച്ച്. ഓട്ടവും അധ്വാനവും ഒന്നും വൃഥാവല്ല.